ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സവാളയൊന്നും അരിഞ്ഞ് സമയം കളയേണ്ട. സവാളയോ പച്ചമുളകോ ഒന്നും തന്നെ അരിഞ്ഞ് നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കിഡു ആയിട്ടാട്ടാ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതവിടെ 400 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാട്ടോ. അപ്പോൾ ഇത് കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം 2 ചെറിയ പീസ് പട്ടയും 2 ഏലക്കായും അതുപോലെ തന്നെ 2 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതും ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി എന്ന് പറഞ്ഞാൽ തീരെ എരിവില്ലാത്ത ആ ഒരു കാശ്മീരി മുളക് പൊടിയില്ലേ അതും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ പകുതി വാങ്ങിച്ചിട്ട് ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. രണ്ടും കൂടി ഒന്നിച്ചിട്ട് നേരത്തെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചിട്ടുള്ള അതിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമെല്ലാം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴുത്ത ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു തക്കാളിയുടെയും പച്ചച്ചൊവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ. അങ്ങനെ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതും മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുവരെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു സമയം വരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഈ ഒരു ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പെല്ലാം നല്ല കറക്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇരുമ്പ് ചട്ടി ആയത് കാരണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നിട്ട് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലാതെ നമ്മൾ ഇത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല പാകത്തിന് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി.
ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ചാറെല്ലാം നന്നായിട്ട് വറ്റിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ സവാളയും അതുപോലെ തന്നെ പച്ചമുളകോ ഉള്ളിയോ ഇതൊന്നും തന്നെ തൊലി കളഞ്ഞും കട്ട് ചെയ്തൊന്നും സമയം കളയാതെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.